ധന്യ, ഇപ്പോൾ പൂരം ക്ഷമിക്കണം പുലികളി അതിന്റെ ആവേശത്തിലേക്ക് എത്തിയിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. സീതാറാം മില്ലിൽ ദേശത്തിന്റെ പുലികളി സംഘം ഇപ്പോൾ ഇതാ സ്വരാജ് റൗണ്ടിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീതാറാം മില്ലിന്റെ ടാബ്ലോയും അതുപോലെ തന്നെ പുലിവണ്ടിയും ഇതിനോടകം തന്നെ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതാ ദേശത്തിന്റെ പുലികളി സംഘം ഇതാ റൗണ്ടിലേക്ക് കയറുന്നു. ആ ചൂടിനൊത്ത്, അതായത് ഈ ഓരോ കൊട്ടിന്റെ താളത്തിനൊത്ത് ചൂട് വെച്ചുകൊണ്ട് ഇതാ സംഘങ്ങൾ ഓരോ പുലികളായി തന്നെ റൗണ്ടിലേക്ക് കയറുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഓരോ ദേശത്തിനും അവര് തനതായിട്ടുള്ള കാര്യങ്ങൾ. ഈ സീതാറാം മില്ലിനും പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പെൺപുലിയുണ്ട്. കഴിഞ്ഞ തവണയും ആദ്യമായി ഈ പെൺപുലിയെ ഇറക്കിയതും സീതാറാം മില്ല് ദേശമായിരുന്നു. ഇത്തവണയും അവർ പതിവ് തെറ്റിച്ചില്ല. അവർ ഇത്തവണയും ഈ പെൺപുലികളെ ഇത്തവണയും അവരുടെ സംഘത്തിനൊപ്പം ചേർന്നു. ഒപ്പം കുട്ടിപ്പുലികളുമുണ്ട്. നമ്മളെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ആകെ മൊത്തം 5 പെൺപുലികളാണുള്ളത്. അതിലൊന്ന് ഈ സീതാറാം മില്ല് ദേശത്തിന്റെ ഒപ്പമാണ് ഉള്ളത്. അത് ആ സീതാറാം മില്ല് ദേശത്തിന്റെ പുലികളി സംഘമാണ് ഇപ്പോൾ ഈ സ്വരാജ് റൗണ്ടിലേക്ക് കയറുന്നത്. ധന്യ പറഞ്ഞതിലൊരു തിരുത്തിലേക്ക് കിടക്കുന്നു. അതായത് പുലികളിയുടെ ഏറ്റവും ഭംഗി ആസ്വദിക്കാൻ കഴിയുക, ഏറ്റവും ഭംഗിയിൽ അത് കാണാൻ സാധിക്കുക ഇപ്പോഴല്ല, കുറച്ചുകൂടി ഒന്ന് നേരം ഇരുട്ടണം, ആകാശമൊന്ന് ഇരുളണം. ആകാശമൊന്ന് ഇരുന്നു കഴിഞ്ഞാൽ ആ വെളിച്ചത്തിൽ ഈ പുലികൾ തിളങ്ങും. അത് കാണുന്നത് ഒരു പ്രത്യേക അഴകാണ്, പ്രത്യേക ചന്തമാണ്, പ്രത്യേക ഭംഗിയാണ്. അത് തന്നെയാണ് കാണുന്നത്. പുലികളിയുടെ ഏറ്റവും അഴകേറിയ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് ആ ഒന്ന് നേരം ഒന്ന് ഇരുട്ടി കഴിയുമ്പോൾ, ഒന്ന് സൂര്യൻ അറബിക്കടലിലെ ചക്രവാളത്തിലേക്ക് ഊഴ്ന്നിറങ്ങി കഴിയുമ്പോൾ വരുന്നതാണ് ആ ഏറ്റവും ഭംഗിയേറിയ കാഴ്ചകൾ എന്ന് പറയുന്നത്. കാരണം ഈ ഫ്ലൂറസന്റ് കളറിലുള്ള പുലികളുണ്ട്. ആ പുലികളൊക്കെ തന്നെ തിളങ്ങുന്നത് നമുക്ക് ആ സമയത്ത് വെട്ടി തിളങ്ങുന്നത് കാണാൻ സാധിക്കും. അതാണ് ഈ ഫ്ലൂറസന്റ് പുലികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ സീതാറാം മില്ല് ദേശം സ്വരാജ് റൗണ്ടിലേക്ക് കയറിയിരിക്കുന്നു. സീതാറാം മില്ല് ദേശം ഇപ്പോൾ ഇതാ സ്വരാജ് റൗണ്ടിലേക്ക് കയറുന്നതിന്റെ ആ ഒരു ദൃശ്യങ്ങൾ, കയറുന്നതിന്റെ ആ ഒരു ഭംഗി, അതാണ് പ്രേക്ഷകർ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാണാനായിട്ടാണ് ഈ തൃശ്ശൂർ നഗരമാകെ അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തി ഇത് കാണാൻ, ഈ ഒരു ഭംഗി കാണാൻ, ഇതൊന്ന് കണ്ടാസ്വദിക്കാൻ, നേരിട്ട് കണ്ടാസ്വദിക്കാൻ, അതിനായിട്ടാണ് ഈ കാണുന്ന ജനങ്ങൾ മുഴുവൻ ഈ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വടക്കുന്നാഥന്റെ മുൻപിലുള്ള സ്വരാജ് റൗണ്ടിലേക്ക് മുഴുവൻ ജനങ്ങളും ശക്തൻ ആരംഭിച്ചു വെച്ച പുലികളി അത് കാണാനായി ഇവിടേക്ക് തിങ്ങി വരുന്ന അല്ലെങ്കിൽ തടിച്ചുകൂടുന്ന ഒരു കാഴ്ച. അതായത് ഈ സ്വരാജ് റൗണ്ട് ഇതുപോലെ മനുഷ്യ സാഗരമാകുന്നത് ഇതിനു മുമ്പ് ഒരു സാഹചര്യത്തിലാണ്. അത് തൃശ്ശൂർ പൂരത്തിനാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ പിന്നെ സ്വരാജ് റൗണ്ട് ഇതുപോലെ മനുഷ്യ സാഗരമായി കാണണമെങ്കിൽ പുലികളി ഇങ്ങോട്ടേക്ക് എത്തണം. ആ പുലികൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. ആ പുലികളി സമാഗതമായിരിക്കുന്നു. അതിനായുള്ള, അതായത് നീണ്ട കാത്തിരിപ്പായിരുന്നു. ആദ്യഘട്ടത്തിൽ പുലികളി നടക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ മാറ്റിവെച്ചു, എല്ലാം തന്നെ ഒഴിവായി മാറി നിന്നു. സർക്കാർ ഒരു പ്രഖ്യാപിച്ചു പുലികളി നടത്തണം എന്നുള്ള കാര്യം പറഞ്ഞു. പുലികളി സംഘങ്ങളെ സംരക്ഷിക്കുന്നതിനായി നടത്തണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ ആ പുലികളി സംഘങ്ങൾ ഇവിടേക്ക് ഓരോന്നോരോന്നായി കയറി വരുന്നു. കാരണം മുൻവർഷങ്ങളിൽ കഴിഞ്ഞ 5 പുലികളി സംഘങ്ങളായിരുന്നു ഉണ്ടായത്. ഇത്തവണ അതിൽ നിന്നും 2 പുലികളി സംഘങ്ങൾ അധികമായി, 2 പറയില്ല 3 പുലികളി സംഘങ്ങൾ അധികമായി. അതായത് ഈ 8 അടി വരെയുള്ള ട്രോഫി, ഒപ്പം പൈസയുണ്ട്. അങ്ങനെയുള്ള ഈ സമ്മാനം ലഭിക്കണം എന്ന ആഗ്രഹത്തിലാണ് ഓരോ ടീമും ഇറങ്ങുന്നത്. അപ്പം വലിയൊരു കടുത്ത മത്സരം കൂടി ഈ ഭംഗിക്കപ്പുറത്തേക്ക് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സമ്മാനത്തിലേക്ക് പരിഗണിക്കുന്നത്? തീർച്ചയായും അതായത് ഈ വിജയിയാവുക എന്നുള്ളത് ഓരോ ദേശങ്ങളെയും സംബന്ധിച്ചോളം അഭിമാനകരമായ കാര്യമാണ്. അതായത് സാമ്പത്തിക ലാഭമല്ല. ഓരോ പുലികളി സീസൺ കഴിയുമ്പോഴും അവർക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്നു, തുകകളിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്നു. പക്ഷെ അതൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് വരുന്നത്, അല്ലെങ്കിൽ ഓരോ വർഷവും സംഘങ്ങളുടെ എണ്ണം കൂടുന്നത് ഈ പുലികളിയോടുള്ള അവരുടെ അഭിനിവേശം, അല്ലെങ്കിൽ പുലിയോടുള്ള അടങ്ങാത്ത ആ ഒരു സ്നേഹം, അത് തന്നെയാണ് ഈ ദേശങ്ങളെ കൊണ്ടൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കുന്നത്. വിവിധ കാര്യങ്ങൾ പരിശോധിക്കും. അതായത് ഓരോ ഈ താളത്തിനൊത്ത ചൂട് കൃത്യമായി വെക്കുന്ന ചൂടുകൾ പരിശോധിക്കും, വരകൾ പരിശോധിക്കും, പുലികളികളുടെ ഒപ്പം ആ ഇണക്കം, അതായത് പുലികളുടെ എല്ലാം തമ്മിലുള്ള ഒരു ഒത്തിണക്കം, അതൊക്കെ തന്നെ പരിശോധിച്ച ശേഷമാണ് മാർക്കിടുക. ഈ ഏറ്റവും നമുക്കൊരു പറയുമ്പോൾ സമയത്തിന്റെ വില വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്തിന്റെ വില കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു രീതി കൂടിയാണ്. കാരണം കൃത്യസമയത്ത് പറഞ്ഞ സമയത്ത് റൗണ്ടിലേക്ക് കയറുകയും ആ കൃത്യനിഷ്ഠത പാലിക്കുകയും ചെയ്യുന്ന ടീമിനും കൂടുതൽ മാർക്കുകൾ ലഭിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് ലഭിക്കുക. നമുക്ക് പലതരത്തിലുള്ള സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. അതായത് 8 അടി നീളമുള്ള ആ വലിയ ട്രോഫി സ്വന്തമാക്കാൻ വേണ്ടി ഈ 7 സംഘങ്ങളും മത്സരിക്കുമ്പോൾ അതിൽ കൃത്യമായി, അതായത് യഥാക്രമം, അതായത് 1, 2, 3 സ്ഥാനങ്ങളിൽ എത്തുന്ന ടീമുകൾക്ക് 62,500 രൂപ ഒന്നാം സ്ഥാനത്തിനും 50,000 രൂപ രണ്ടാം സ്ഥാനത്തിനും 43,750 രൂപയുമാണ്. നിശ്ചല ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ സംഘത്തിനും ടാബ്ലോകൾ ഉണ്ടാവും. ആ നിശ്ചല ദൃശ്യങ്ങൾക്കും സമ്മാനം നൽകുന്നുണ്ട്. അതിൽ ഒന്നാം സമ്മാനം 50,000 രൂപ, രണ്ടാം സമ്മാനം 43,750 രൂപ, മൂന്നാം സമ്മാനം 37,500 രൂപ. ഇങ്ങനെയാണ്. ഒപ്പം തന്നെ പുലിക്കൊട്ടിനും പുലി വേഷങ്ങൾക്കുമുണ്ട്. അതായത് പുലി വേഷങ്ങളൊക്കെ തന്നെ
വ്യത്യസ്തത കൊണ്ടുവരും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തവണ വിയ്യൂർ യുവജന സംഘം കൊണ്ടുവന്നത് പാകുകളും കയ്യുറകളുമാണ്. അത്തരത്തിൽ വ്യത്യസ്തമായ പുലി വേഷങ്ങൾക്ക് സമ്മാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മികച്ച പുലിയെ തിരഞ്ഞെടുക്കും, മികച്ച പുലിക്ക് സമ്മാനമുണ്ട്, പാരിതോഷികമുണ്ട്. ഇതിൽ നമ്മൾ ഈ സമ്മാനത്തുക പറഞ്ഞുവെങ്കിലും ഈ സമ്മാനത്തുകയല്ല തൃശ്ശൂരുകാരെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഓരോ പുലികളി ദേശങ്ങളെ സംബന്ധിച്ചോളവും അവരെ മത്സരത്തിൽ പ്രേരിപ്പിക്കുന്നത്. ഇതിൽ വിജയിയാവുക, ആ ട്രോഫി നേടുക, അത് ഒരു കൊല്ലക്കാലം അവരുടെ അഭിമാനമാണ്. അതായത് അടുത്ത കൊല്ലത്തേക്ക് എത്തുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു പേരാണ് ഈ അയ്യന്തോൾ എന്ന് പറഞ്ഞത്. കാരണം എന്തുകൊണ്ടാണ്? കഴിഞ്ഞ തവണ വിജയിയായത് അവരാണ്. അടുത്ത ഒരു കൊല്ലക്കാലം പുലികളി നടക്കുമ്പോൾ ആവർത്തിച്ച് പറയപ്പെടുന്ന പേര് ആ ദേശത്തിന്റെയാണ്. ഇത്തവണ അയ്യന്തോൾ മത്സരിക്കുന്നില്ല എങ്കിൽ പോലും അയ്യന്തോളിന്റെ പേര് നമ്മൾ പറയുന്നു. അപ്പോൾ ആ ഒരു ആവേശം അതിനുവേണ്ടി തന്നെയാണ് ഓരോ ദേശങ്ങളും അവരുടെ ലക്ഷ്യങ്ങൾ മുടക്കിക്കൊണ്ട് അഖിലേക്ക് വരാം.